മുത്തശ്ശി രാവിലെ തന്നെ ഇവിടെ ഉപ്പ് കളഞ്ഞു. നോക്കട്ടെ, ഇതാ മുത്തശ്ശി വെള്ളം എടുത്തപ്പോളേ ഉപ്പ് ഇതിക്ക് തെരുവില് ഉപ്പുള്ള അറിഞ്ഞില്ല. ഉപ്പ് എടുത്തിട്ടേ പറഞ്ഞു, എഴുതാൻ നോക്കിയതുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഉപ്പ് വെള്ളം ഇതാണ് വെച്ചിട്ട് വെള്ളം പോയിക്കോട്ടെ കളഞ്ഞതാ. അമ്മക്ക് പണിയാക്കി ഇപ്പൊ. അമ്മക്ക് പണിയിക്കോട്ടെ. എന്താ കുഞ്ഞാവേ പറയൂ? ഇഡലി ഉണ്ടോ? ഞാൻ ബാക്കിയുള്ള കൊണ്ടുവന്നോളാൻ പറഞ്ഞു. കുഞ്ഞാവ എന്താ കഴിച്ചേ? ഇഡലി. ഉപ്പുമാവ് വേണോ? ഉപ്പുമാവ് വേണോ? ഇഡലി പിടിച്ചും കൊണ്ട് അമ്മ നിക്കട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് മക്കൾക്ക് അറിയോ? നവരാത്രി സ്പെഷ്യൽ. എല്ലാരും മുറുക്കുണ്ടാക്കാറുണ്ടല്ലോ. അപ്പൊ ഇന്ന് വ്യത്യസ്തമായ മുറുക്കുണ്ടാക്കുന്നത് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. വേറൊരു ചിറ്റണ മുറുക്കില്ലേ, കൈമുറുക്ക്. അതെല്ലാവർക്കും അറിഞ്ഞോളം ഇല്ല. ഞാൻ അടക്കം നോക്കിയിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ ഇത് വേണ്ടവരൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ കൂട്ടൊക്കെ മനസ്സിലാക്കി നവരാത്രി കാലത്ത് എല്ലാവർക്കും എല്ലാ ഒഴിവാകും. കുട്ടികൾക്ക് ഭക്ഷണമായിട്ട് കാപ്പിക്ക് കൊടുക്കുകയും ചെയ്യാം, നേദിക്കലുമായി ഒക്കെ ചെയ്യാം. പൂജ ഹോളിഡേസ് ആണ്. പൂജ ഹോളിഡേസ് എവിടെയെങ്കിലും അങ്ങനെ ഇപ്പൊ ചിലവരില്ലേ ബൊമ്മക്കോലി വെക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ വേണമെങ്കിൽ പറ്റുന്നവർക്ക് അവിടെ നേദിക്കാൻ കൊണ്ടേ കൊടുക്കാം. നേദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അവിടുത്തെ പ്രസാദം തരും, നമ്മളെ പ്രസാദം തരും, നമുക്ക് വേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അതാണ് ഇന്ന് ഇത് ഉണ്ടാക്കി കാണിക്കാൻ കാരണം. നമ്മള് ഇങ്ങനെ പിരിച്ചിട്ടുള്ള കൈമുറുക്ക് നമ്മളതിന് മുമ്പ് ഉണ്ടാക്കി. അതിന്റെ പ്രസിദ്ധക്ക് മാത്രമേ അറിയൂ കേട്ടോ, ഞങ്ങൾ ആരും പഠിച്ചില്ല. അപ്പൊ ഇതാകുമ്പോ കുറച്ച് എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. മറ്റേ ചിലവർ അന്നാ വീഡിയോ ഇട്ടപ്പോ പറഞ്ഞു അയ്യോ കാണാൻ നല്ല രസമുണ്ട്, എങ്ങനെയത് പിരിച്ചുണ്ടാക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാകുമ്പോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പാട്ടോ. ഇത് പിന്നെ സേവനാഴിയിലാണല്ലോ. സേവനാഴിയിലാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, അത് പറയട്ടെ. അപ്പൊ ഇതിനൊരു കപ്പ് ഇതാട്ടോ. ഇതാണ് ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ പല അളവുകളിലുള്ളതുണ്ട് കേട്ടോ അതില്. അപ്പൊ നമ്മൾ ഒരു കപ്പ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇതാണ് നമ്മളെ അളവ് പാത്രം. ഇതിന് 2 കപ്പ് അരിപ്പൊടി എടുക്കുക, 1 കപ്പ്. അപ്പൊ എന്താ അറിയോ, അരിയുടെ പകുതി ഉഴുന്നെടുക്കുക. അപ്പൊ അങ്ങനെ മനസ്സിലായി. നമ്മളൊക്കെ അധികം ആളുള്ളടത്ത് വീട്ടിലുള്ളവർക്ക് കുറെ അധികം വേണം, അതൊക്കെ കൊടുത്തയക്കാൻ വേണം. അങ്ങനെ കൂടി നോക്കുമ്പോ കുറച്ചധികം ഉണ്ടാക്കണ്ടേ. അപ്പൊ എത്രയാ അരി എടുക്കണ വെച്ചാൽ അതിന്റെ പകുതി മതി ഉഴുന്ന്. ഉഴുന്നിന്റെ ഇരട്ടി അരി എടുക്കുക. മനസ്സിലാക്കിയാൽ മതി. അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണത്. നമ്മൾ അരിപ്പൊടി കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അത് ഉണ്ടാക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഉഴുന്ന് ഒരു കാര്യം ചെയ്യാം, ഉഴുന്ന് വേവിച്ചിട്ടാണ് അത് ഉണ്ടാക്കണം. കുക്കറിൽ നമുക്ക് ഉഴുന്ന് വേവിക്കാൻ വെക്കാം. അരിപ്പൊടി അളന്നെടുക്കണ്ടേ എത്രയാ നോക്കിയിട്ട്. 2. അതെ. പിന്നെ അല്ല, ഉഴുന്ന് എന്തായാലും 1 കപ്പാണല്ലോ, അതെന്തായാലും വേവിക്കാലോ. അപ്പൊ നമുക്ക് 1 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് വേവിക്കാൻ വെക്കണം കേട്ടോ, കുക്കറിൽ. അതെ, കുക്കറിൽ വേവിക്കണ്ട. 1 കപ്പായി കൊടുക്കുക. ഇത് നല്ലൊന്ന് കഴുകുക. ഗ്യാസ് കത്തിച്ചിട്ടേ കുക്കർ വെച്ചെടുക്കുന്ന ഒരു 5 വിസിലെങ്കിലും അടിക്കണം കേട്ടോ. അത് നമ്മളിപ്പോൾ കഴുകി വെച്ചതല്ലേ, അപ്പോൾ 5 വിസിലടിക്കണം, അല്ലേ ഇത് റെഡി ആയി വരുള്ളൂ. ഉഴുന്ന് വേവിച്ചതൊക്കെ നല്ല ചൂടാറി. എന്താ വെച്ചാൽ കൊഴുപ്പുള്ള സാധനമാകുമ്പോഴേ ചൂടാറാൻ താമസം. അപ്പോൾ ഫാൻ്റെ ചൂടിലവിടെ വെച്ചു. ചൂടാറിയിട്ട് അരക്കാന്ന് വിചാരിച്ചിട്ടേ ഈ മിക്സിയുടെ ചെറിയ ജാറില് കുറച്ച് വെള്ളം ചേർത്താൻ വേണ്ടോ, വല്ലാതെ വേണ്ട. കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാണ് വേണ്ടത്. അതിനനുസരിച്ച് വേണം നമുക്ക് പൊടി കുഴക്കാൻ, അരിപ്പൊടി. അപ്പൊ ഇനി ഇത് അരച്ചെടുക്കണ്ടേ. അരച്ചോളൂ. അപ്പോൾ അതാ ഉഴുന്നേ 1 കപ്പ് കുതിർത്തിയിട്ട് വേവിച്ചിട്ട് അരച്ചതാട്ടോ. ഇതിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കാണ്. നമുക്ക് കുഴക്കാനേ ചൂടുള്ള എണ്ണ വേണം. എണ്ണ വെളിച്ചെണ്ണയാണ്, എന്നാണ് പറഞ്ഞത്. പുറത്ത് നല്ല മഴയാണ്, മുറുക്ക് തിന്നാൻ പറ്റിയ സമയമാണ്. കട്ടൻ കാപ്പി മുറുക്ക് ടേസ്റ്റ്. അതെ, അതുകൊണ്ട് ഞാൻ ഉപ്പുമാവ് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ, മുറുക്ക് തിന്നാലോ എന്ന് വെച്ചിട്ട്. എപ്പോഴും ദോശ ഇഡ്ഡലി അവിടെ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയത്. അപ്പൊ എന്താ അറിയോ, അമ്മാമ്മ കൊറേ പറയുന്നു ഇപ്പൊ ഇഡ്ഡലി ഉണ്ടാക്കില്ല, ഓപ്പോളോടെ ഇടയ്ക്കൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു ഫസ്റ്റ് പോയിട്ട് ഇന്ന് വേണം, എനിക്ക് നല്ല മഴ ഉണ്ടെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇന്നലെ പോയപ്പോ ഞാൻ ഫസ്റ്റ് പോയിട്ട് ഉഴുന്ന് വാങ്ങി, ഇഡ്ഡലിക്ക് അരച്ചു. ഇഡ്ഡലി പൊന്നി അരി വാങ്ങി. അതുകൊണ്ടാണ് ഞാൻ മിക്സിയിലാവുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാത്തത്. പിന്നെ അധികം ദോശയാണ്, കുഞ്ഞാവയ്ക്ക് ദോശ ഇഷ്ടമല്ല, എന്തുണ്ടെങ്കിലും ദോശ പറഞ്ഞു. അപ്പൊ പിന്നെ അതിന് ഇന്ന് ഇഡ്ഡലി കഴിച്ചു തോന്നുന്നുണ്ട്. അതെ,
എണ്ണയൊക്കെ നല്ല തിളച്ച പോലെ വേയിട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പുറത്ത് മഴ ഉള്ളതുകൊണ്ട് സൗണ്ട് ചിലപ്പോൾ കേൾക്കൽ കുറവാകും. നമ്മൾ മൈക്ക് എടുത്തില്ലെങ്കിൽ അവിടെ പോയി എടുത്തോ. ഞാൻ പറഞ്ഞിട്ട് അമ്മൂനോട് വേണമെങ്കിൽ എടുത്തോണ്ട് ഇപ്പൊ വേണ്ട അമ്മ അത് മതി എണ്ണ ചൂടാൻ പറ്റുന്ന ഓർമ്മ അറിയോ? എന്താ? മൈസൂർ പാക്ക് ഉണ്ടാക്കുമ്പോഴേ നെയ്യ് ഇങ്ങനെ ചൂടാക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കാണല്ലോ. അതെ അതെ അതെ, ഭയങ്കര ഓർമ്മ വന്നു. എന്നാ തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ നമ്മ കുഴച്ചോളൂ. അപ്പൊ ആദ്യം അന്നിട്ടോളൂ പൊടി. ഒരു കപ്പ് പൊടി കേട്ടോ, അരിപ്പൊടി നൈസുള്ളതാണ് എടുത്തിട്ടുള്ളത്. നൂൽപുട്ടിന്റെ പൊടി പോലെ. അതെ അതെ അതാണ്. അപ്പൊ 2 കപ്പ് പൊടി കേട്ടോ. അളക്കേണ്ട ആവശ്യം ഉണ്ടായില്ല, വൃത്തിയായി. കുറച്ച് പൊടിപ്പിട്ട് കൊടുക്കണ്ടേ എന്നുവെച്ചാൽ ഉഴുന്നിന്റെയും കൂടി കണക്ക് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഉപ്പ് പോരാ, ആദ്യം കുറച്ച് ഇട്ടാൽ മതി. പോരെങ്കിൽ നമുക്ക് പിന്നീട് മതി. അപ്പൊ ഇനി എള്ളി വിതറി കൊടുക്കട്ടെ. മതിയാവൂലേ അമ്മ? ഇനി അടുത്ത ജീരകം. ജീരകം പിന്നെ ഞാൻ ഒട്ടും കുറക്കില്ല. ജീരകത്തിന്റെ ടേസ്റ്റ് കൂട്ടാനായാലും അപ്പൊ നമ്മളൊന്നിങ്ങനെ കയ്യിലൊന്ന് തിരുമ്പ. ഇനി എണ്ണ ഒഴിച്ച് വറുത്താൽ കുരുമുളക് പൊടിയും കൂടി ഇടാം. കുറച്ച് കുരുമുളക് പൊടി. ഉണങ്ങി മുണ്ടുണ്ട് അവിടെ. ചൂടായ എണ്ണ ഒഴിക്കുകയാണ്. തിളച്ച എണ്ണ അല്ലേ? കട്ട കറക്കിക്കോളൂ മുത്തശ്ശി. മതിനി നോക്കിയിട്ട് ഒഴിക്കാം. നന്നായി കുഴച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് കായം കൂടെ ഇടാം, കായപ്പൊടി. ഇനി ഉഴുന്നിട്ട് കൊടുക്കാം, അരച്ച് വെച്ചത്. ഇങ്ങനെ കുറേശ്ശെ വേണമെങ്കിൽ മതിയല്ലോ നമ്മള് വെള്ളം ചേർക്കുക അല്ലേ അമ്മ? അത് കുഴച്ച് കഴിയട്ടെ എന്നിട്ടില്ല. 1 കപ്പ് അരച്ച് കഴിഞ്ഞപ്പോ എത്രയാ ഉഴുന്നിങ്ങട് ഇതായിട്ട് കാണുമ്പോ നമുക്ക് കുറച്ചേ ഉണ്ടായുള്ളൂ. പക്ഷെ കുഴക്കുമ്പോഴാണ് അതിന്റെ വിവരം അറിയുന്നത്. ഇട്ടോളൂ ഉഴുന്നിട്ടല്ലേ സ്വാദ് കൂടൂ. പക്ഷെ വല്ലാതെ ഉഴുന്ന ഏറിയാ പറ്റില്ല കേട്ടോ അവന്. അതെന്താ? അല്ലാതെ ഉഴുന്ന ഏറിയ വേവില്ല. അങ്ങനെ ഉണ്ട്. അല്ല നമ്മളെ കണക്ക് ഇതാണല്ലോ. കണക്ക് പോലെ പറ്റൂ. ഓക്കെ ശരിയായി. നമ്മൾ അളന്ന പ്രകാരം അത്രന്നെ പാടുള്ളൂ പറയാ. 2-ൽ കൂടുതൽ അല്ല, 1 കപ്പിൽ കൂടുതൽ ഉഴുന്ന് ആരും എടുക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ വേവിക്കുമ്പോ നല്ല ഉണ്ടാവുകയെ. അതാണ്. വേണമെങ്കിൽ വെക്കാമേ. മുത്തശ്ശി എന്തേലൊക്കെ വർത്താനം പറയൂ. മുത്തശ്ശി ബൊമ്മയെ പോലെ മിണ്ടാണ്ടിക്ക്. കുഴക്കണേല് ശ്രദ്ധിച്ചാ. മറ്റേ മുറുക്കിന്റെ ഓർമ്മ വരില്ലേ അമ്മേ? കുഴക്കുമ്പോ കൈ മുറുക്കന്റെ അതിൽ നമ്മള് കായം ചേർക്കുന്നു മാത്രം. പിന്നെ ബട്ടർ മുറുക്കല്ലേ, വെണ്ണയും. അതാണ് പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ എള്ള് അതിലിടില്ല, ഇതിൽ എള്ളും ഉണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങള്. പിന്നെ ഉഴുന്ന് വറുത്ത് പൊടിച്ചിട്ടാണ് ആ മുറുക്ക്. ഇത് ഉഴുന്ന് വേവിച്ചരച്ചതാണ്. അപ്പൊ ഇതൊക്കെ കുഴച്ച് റെഡി ആയിട്ട് ഇനി ഉണ്ടാക്കാൻ പിച്ചാൻ നോക്കാം. അപ്പോൾ നമ്മളിതിൽ കുറച്ച് എണ്ണ നല്ല പുരട്ടി കൊടുക്കണം കേട്ടോ. എന്നാലാണ് വേഗം പീച്ചേ പോരുള്ളൂ. ഞെക്കുക. അതെ, ഈ തൊള്ളുള്ള ഇതിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് മുറുക്ക്. മാവനെ കഴിക്കാൻ നല്ല സ്വാദാ. മേലും തേച്ച് കൊടുക്കാം. കുഞ്ഞുവാവയുടെ മാതിരിയാ. ആ അതിന് ചപ്പാത്തി കുഴച്ച് ചപ്പാത്തി അല്ല ആവശ്യം, അതിന്റെ മാവ് തന്നെ ആവശ്യം. മാതിരി അമ്മ മാവാ സ്വാദാന്ന് പറയുന്നത്. അപ്പൊ തുണിയൊക്കെ വിരിച്ചു കൊടുക്കട്ടെ. എനിക്ക് പീച്ചിടാനാട്ടോ. തുണിയൊന്നും നനച്ചിട്ടുണ്ടല്ലേ അമ്മ? നനയ്ക്കണോ? നനയ്ക്കാം. എന്നാലേ ഒന്ന് പോരും. ഒന്ന് നനച്ചോളൂ. നനച്ചിട്ട് പറയാൻ മറന്നതാ. അതുപോലെ ഇതാ കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അഥവാ ഒട്ടലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കൈയൊന്ന് മുക്കിയിട്ട് ഇതാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഒട്ടലൊക്കെ പോകും. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒന്നും കൂടെ ഇടാം, നിറഞ്ഞോട്ടെ. അപ്പോൾ ഒന്ന് നിറഞ്ഞോട്ടെ, ഇതാ ഈ രീതിയിൽ ആക്കിയാൽ മതി കേട്ടോ. തുണിയൊക്കെ നനച്ചു കൊണ്ടുപോകണം, ഇത് വിരിച്ചു കൊടുക്കാം. ഇതിക്ക് ബീച്ച് കൂടെ പ്രസിദ്ധേ. ആ ചൂടായി, എണ്ണ ചൂടായി, ഒന്ന് താക്കിക്കോളും ഗ്യാസ്. വാവ്, പോട്ടെ പോട്ടെ പോട്ടെ, തിരിയട്ടെ തിരിയട്ടെ. അത്ര മതി, വല്ലാതെ കനായ ചിലപ്പോ വെന്തില്ലെങ്കിലോ. വാവ്, സൂപ്പർ സൂപ്പർ, ഗുഡ് ജോബ് പ്രസീത. മുത്തശ്ശിക്ക് ഒന്നും കിട്ടിയില്ല. മുത്തശ്ശിക്ക് ഗുഡ് ജോബ് ഇല്ല. ഇല്ല, മുത്തശ്ശി കുഴച്ചൊന്നുമില്ലേ. ആ, അതില് ഗുഡ് ജോബ്, കറക്റ്റ്. എണ്ണയുടെ കുഴക്കലിലാണ് അത് ശരിയാവാൻ തന്നെ കാരണം. അതാ അപ്പൊ അമ്മ പീച്ചണല്ല നമ്മ. വാവ്, സൂപ്പർ സൂപ്പർ. കുറച്ചുകൂടെ ആക്കിക്കോളൂ, ചെറുതാക്കല്ലോ അമ്മേ. ആക്കി കൊടുക്കാം നമുക്ക് ചെറുത്. അല്ല, എല്ലാം ഒരേ വലുപ്പാക്കൂ, എന്നാലേ കാണാൻ ഭംഗിയുള്ളൂ. ഇപ്പൊ കുട്ടികൾ വരുമ്പോഴാവും തികയില്ല. അതെ അതെ അതെ. രണ്ടെണ്ണൊക്കെയാണ് തപ്പിട്ട, എന്താ പറയാ, തല്ലുപിടിക്കും. തല്ലു പിടിക്കല്ല, തമ്മു തല്ലു. ആ തന്നെ തല്ല് കൂടലും രണ്ടുമായി മത്സരിച്ച് അങ്ങോട്ട് എളുപ്പാട്ടോ അത്. ആ, നിങ്ങളെല്ലാരും ചായക്കൊന്നും ഇതിങ്ങനെ കുറച്ചും നമ്മളിപ്പോ മറ്റേ തിരിക്കണേല് നമ്മൾ ഇന്നേ വരെ മറ്റേതാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊന്ന് നമ്മൾ ഇപ്രാവശ്യം നമ്മളെ ഫസ്റ്റ് ട്രൈ ആണ്. കൂട്ടൊക്കെ നമുക്ക് അറിയായിരുന്നു, പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കൊറേ പ്രാവശ്യം ഒന്നും. നമ്മള് കഴിച്ചിട്ടുണ്ട് എന്തായാലും. ആ അതെ, അപ്പൊ അങ്ങനെ കൂട്ടൊക്കെ നമ്മൾ അറിഞ്ഞു. നമ്മൾ എന്നിട്ട് കൈമുറുക്കല്ലാതെ ഒന്ന് മാറ്റി പിടിക്കാം വിചാരിച്ചിട്ടാണ്. അമ്മ അത്രയും നിറച്ചോണ്ടാണ്, അത്ര മതി. ആ, കാരണം ബാക്കി വേസ്റ്റ് ആവണ്ടേല്. എണ്ണ ചൂടായി, ഇനി ഇതിലേക്ക് ഇടാല്ലേ. അങ്ങടെ അപ്പുറം വെക്കണോ ഉരുളി? ആ, അപ്പുറം വെച്ചോളൂ. നല്ല എളുപ്പമാണത്, നമ്മളെ കൈമുറുക്കിനേക്കാളൊക്കെ സൗകര്യ. അതെ, ഓരോന്ന് വേഗം റെഡി ആവും. അപ്പൊ അമ്മൂന് ഓർമ്മയുണ്ടോ ഇതിലിങ്ങനത്തെ കഷ്ണം ഉണ്ടാക്കിയത്? അത് ഓർമ്മ കൊറേ മുമ്പേ. ഇതിന്റെ ഒക്കെ കൂട്ടന്നെ. അപ്പൊ എങ്ങനെയാലും അല്ല, നമ്മള് മുളക് പൊടി ചേർത്തി അമ്മേ. മുളക് പൊടി, കായം, അതൊക്കെ ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറിവേപ്പില ഇത് കുറച്ച് കുറഞ്ഞു അമ്മേ. മുത്തശ്ശി, അപ്പൊ ഇനി നമുക്ക് തുടങ്ങുകയില്ലേ? തുടങ്ങി ഇറക്കി കൊടുക്കണം. ചട്ടി എടുക്കട്ടെ. ഓക്കെ, ഉഷാർ ഓട്ടിട്ടിലും വേണം പറഞ്ഞിട്ട് അമ്മു പറഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊണ്ടുവന്നേ. ഉഷാർ. ഇപ്പൊ തെരഞ്ഞു പിടിക്കാട്ടോ. ആ, ഏതായാലും കിട്ടി, ഓട്ടിട്ടും കിട്ടി. ഓക്കെ ഓക്കെ, എന്നാ അമ്മ ഓരോന്ന് ഇട്ടോളൂ. എനിക്ക് പാകമായില്ലാണ് ഈ ചട്ടിക്ക്. അതെ, നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാട്ടോ. ആദ്യം ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ തുടക്കം. കണ്ടോ, നല്ല രീതിയിൽ കിട്ടി. രണ്ടെണ്ണം ഇടാൻ പറ്റൂ. അതെ, അല്ല, 3 ആവും. ഇടൂ, അത് കഴിയുമ്പോ നീ അരുവിലൂട്. അപ്പൊ നമ്മളെ പ്രതീക്ഷിച്ചതിലേറെ എണ്ണ ഈ ചെറിയ ഉരുളിയില് 2 3 പ്രതീക്ഷിച്ചതിലേറെ വേറെ എണ്ണ നമുക്ക് ഇതിൽ ഇടാൻ പറ്റി. ഇടാൻ പറ്റിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അല്ല, ഇടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞില്ല. നമ്മള് പ്രതീക്ഷിച്ചതിലും ഏറെ എന്ന് പറഞ്ഞ നിർത്തി. അപ്പൊ എന്താ വെച്ചാ 3 എണ്ണല്ലേ നമ്മള് വിചാരിച്ചിരുന്നതേ. അതെ, 5 എണ്ണം കൊണ്ടു. അതെ. അപ്പൊ നമുക്കൊന്ന് മെല്ലെ ഒന്ന് മറച്ചിട്ട് വെക്കാം. വൈറ്റ് കൊണ്ട് മറച്ചിടാം. സ്പൂണാട്ടോ സൗകര്യം. അത് പറ്റുണ്ടല്ലേ? അതായിട്ടില്ലേ അമ്മ? മുത്തശ്ശി ആവണേന്റെ മുന്നേ ഇടുണ്ടോ? ഒരു പേടി. നോക്കട്ടെ മുത്തശ്ശി, ഇനി ഒന്ന് മറിച്ചിട്ടോളൂ. എന്നാ അതാ വേണ്ടിയ ഉള്ള മുറുക്കൊക്കെ ആയിട്ടോ. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടില്ലേ? ക്രിസ്പി ആയ സൗണ്ട് അത് അമ്മു. അതെ, നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. വാവ്, സൂപ്പർ സൂപ്പർ. അല്ലാണ്ട് എടുക്കാം. ഞാനൊരു ബ്രേക്ക് എടുത്ത് കോൾ ചെയ്യാൻ പോയതായിരുന്നു. ആ സമയത്ത് ഇവര് മുറുക്കൊക്കെ റെഡിയാക്കി എന്ന് എന്നോട് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. ആരൊക്കെയോ മുറുക്ക് കട്ട് തിന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പോയി നോക്കട്ടെ. മുത്തശ്ശിനെ അപ്പൊ ആദ്യം കഴിച്ചത് വായോത്തിരിക്കുന്നുണ്ട്. നോട്ടെ. വാവ്, നമുക്ക് പുറത്ത് പോയിക്കാം, അവിടെ നല്ല വെളിച്ചം കിട്ടും. റെഡി ഇലയിൽ വെക്കണോ അതങ്ങനെ മതിയോ? ഇല്ല,
ആ മുറുക്കൊക്കെ റെഡി ആയിട്ടോ. റെഡി നല്ല ഭംഗിയില്ലേ കാണാൻ? പിന്നെ പറയാണ്ടോ, ഒന്ന് പൊട്ടിച്ച് കാണിച്ചാലും ചെയ്യാം. നല്ല റെഡി ആയിട്ടുണ്ട്. അതെ പണി അടുത്തൊന്നും എടുക്കാം. എല്ലാം പൊട്ടിക്കണ്ട അമ്മ എങ്ങനെ. പൊട്ടിച്ചതൊക്കെ കുട്ടികൾക്ക് വരുമ്പോ കൊടുക്കാം. അതെ, ഇതിലെന്നെ ഇട്ടു ഞാൻ. ആ ഒരു കഷ്ണം കഴിച്ചു നോക്കട്ടെ. ഒച്ച കേക്കുണ്ടല്ലോ. ഇപ്പോഴാണ് അപ്പൊ ഇതേപോലെ എല്ലാരും ഉണ്ടാക്കി വെക്കൂ. നവരാത്രി സ്പെഷ്യൽ ആയിട്ടും അല്ലാതെ വീട്ടിലും. ചിലർക്കൊന്നും ഇപ്പൊ മഹാനവമിയാകുമ്പോ ജോലിക്കൊന്നും പോവാത്തവരുണ്ടാവും. അതെ, അപ്പം തന്നെ എളുപ്പ പണിയിൽ ഉഴുന്നൊന്നും തലേദിവസം വെള്ളം വൈകുന്നേരം ചെയ്തേച്ചാൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് എടുക്കാലോ. അതെ, അല്ലെ ഉഴുന്നൊന്നും തലേദിവസം വെള്ളത്തിലിട്, നേരത്തെ വെള്ളത്തിലിട് ആവശ്യമൊന്നുമില്ല. എളുപ്പപ്പണിയാണ് കാണിച്ചത്. അപ്പൊ എല്ലാരും ഇതുപോലെ ഇതില് വേണമെങ്കിൽ ചിലർക്ക് മുളക് പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടാം, കായം ഉണ്ടാക്കാം. നമ്മളതൊന്നും ഇല്ലാതെ കുട്ടികൾക്ക് പറ്റിയ കുരുമുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് അത്ര എരിവില്ല നമ്മളെ കുഞ്ഞാക്കൊക്കെ കഴിക്കണമെങ്കിലേ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും ബൈ. വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നാളെ കാണാം. ബൈ ബൈ. ബൈ. പൂജ ഹോളിഡേയ്സ് ആശംസകൾ. എല്ലാരും അടിച്ചു പൊളിക്കൂ. നവരാത്രി ആശംസകൾ. അതെ പോവാനുള്ളവർക്കൊക്കെ പോവാം, ടൂറ് പോവാം, അതെ അതെ പിന്നെ അമ്പലങ്ങളിൽ പോവാം. നമ്മളൊക്കെ അമ്പലത്തിലാണല്ലോ സാധാരണ പോവുക. അതെ. അപ്പൊ നോക്കേ ബൈ ബൈ.